പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷാലോമിന്റെ നൈറ്റ് വിജിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് വീണ്ടും നമുക്കായി ഒരു നൈറ്റ് വിജിൽ രാത്രി ഒരുക്കി തന്നു. നമുക്കറിയാം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിനാൽ ഭവനങ്ങളിലിരുന്ന് നൈറ്റ് വിജിലിനോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും ഷാലോം ടി വിയിലൂടെ ദിവ്യയിൽ പങ്കെടുക്കുന്ന ഷാലോമിൻ്റെ ജോൺ പോൾ സെക്കൻഡ് ചാപ്പലിൽ വെച്ചാണ് ഈ പ്രാവശ്യം നാം നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും വീണ്ടും സ്നേഹത്തോടെ ഈ ജാഗരണ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവ് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം നൽകുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ഇത് പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന കർത്താവ്. അതിനാ പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭയപ്പാടുകളെയും നമുക്കൊന്ന് മറക്കാം. ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതയും ഒന്ന് മാറ്റിവെക്കാം. കർത്താവിൻ്റെ സമാധാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്ന്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. സമാധാന പ്രഭുവായ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഭവനത്തിൽ വസിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നൽകുന്ന സമാധാനം നിത്യം നിലനിൽക്കുന്ന സമാധാനമാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, പകർച്ചവ്യാധികളിലൂടെ വേദനിക്കുന്ന ഈ നാളുകളിൽ ഭാവിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരി അവ്യക്തതയുള്ള ഈ കാലഘട്ടങ്ങളിലും കർത്താവിൻ്റെ സമാധാനം അവിടുന്ന് നമുക്ക് ആശംസിച്ചു. ഹൃദയത്തെ ഭരിക്കേണ്ട, കുടുംബത്തെ ഭരിക്കേണ്ട, നിത്യം നിലനിൽക്കുന്ന ഈ സമാധാനം കൊണ്ട് നമ്മുടെ എല്ലാം ജീവിതം നിറയാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇത് കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. നിന്റെ വേദന കാണാനും നിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും നിനക്കെല്ലാം മറന്ന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു രാത്രി, അതിരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റിയ ഒരു രാത്രി, കണ്ണുനീരുകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ പറ്റിയ രാത്രി, പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന് കൊടുക്കാൻ പറ്റിയ രാത്രി, നിന്റെ നൊമ്പരങ്ങളെല്ലാം ഈശോയോട് പറയാൻ പറ്റിയ ഒരു രാത്രി. ഈ രാത്രിയിൽ നിന്നെ സഹായിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് മഹത്വപൂർണനായി അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. ഹല്ലേലൂയ. കർത്താവ് ഇസ്രായേൽ ജനത്തെ നോക്കി വലിയ സ്നേഹത്തോടെ അവരോട് ഇങ്ങനെ പറഞ്ഞു, യെശുരോൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായിസിലൂടെ മഹത്വപൂർണനായി വാനമേഘത്തിൽ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, യെശുരോൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായിസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്റെ മേൽ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മുടെ ദൈവം മഹത്വപൂർണനായി ഇസ്രായേലിനെ സന്ദർശിച്ച കർത്താവ്, ഇസ്രായേലിനെ അനുഗ്രഹിച്ച കർത്താവ് മഹത്വപൂർണനായി അനുഗ്രഹിക്കാൻ വേണ്ടി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. അവൻ ആൽഫയാണ്, ഒമേഗയാണ്, ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരുവൻ തന്നെയാണ്. നമുക്ക് പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്താം. നിന്നെ സഹായിക്കാൻ നിന്റെ ദൈവം വിഹായിസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്റെ മേൽ സഞ്ചരിച്ച് കുടുംബത്തിലേക്ക് ഒന്ന് അനുഗ്രഹിക്കും. രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ജീവിക്കാൻ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ, നിന്റെ അധരം യേശുവിനെ വിളിക്കട്ടെ. ഈ രാത്രിയിൽ ഇതാ നിന്റെ ദൈവമായ കർത്താവ് മഹത്വപൂർണനായി മേഘത്തിന്റെ മേൽ സഞ്ചരിച്ച് നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മേൽ ഇറങ്ങി വരുന്നു, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ സഹായിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും യേശു. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കാൻ വരുന്ന കർത്താവിനെ
വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന കർത്താവിനെ, ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ വന്ന കർത്താവിനെ, നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദൈവത്തെ, പ്രിയമുള്ളവരെ, നമുക്ക് മനോഹരമായ ഗാനം ആലപിച്ച് ഈ രാത്രിയിൽ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ആ കർത്താവ് കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറ്റമില്ലാത്തവനാണ്. കാരണം അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമാണ്. അവൻ മാത്രം ദൈവം, അവൻ മാത്രം ഇന്നും ജീവിക്കുന്നവൻ, അവൻ മാത്രം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്. ആ ദൈവത്തെ, ആ കർത്താവിനെ സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ഇസ്രായേലിൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. കർത്താവിനെ ആരാധിക്കാം. മാറായിലെ കയ്പ് നിറഞ്ഞ വെള്ളത്തെ മാധുര്യമാക്കിയ കർത്താവ്, പാറയെ പിളർന്ന് ദാഹജലം നൽകിയ കർത്താവ്, നിന്റെ ജീവിതത്തിലെ കയ്പുകളെ, കണ്ണുനീരിനെ ആ ദൈവം ആനന്ദമാക്കി മാറ്റും. നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ദൈവം ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും. നിന്റെ നൊമ്പരങ്ങളിലേക്കും നെടുവീർപ്പുകളിലേക്കും യേശു കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കും. അവനെ ക്ഷണിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പൂക്കും. മാറായി മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ഇസ്രായേലിൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദിൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ
വേറൊരു ദൈവമില്ല. ഇസ്രായേലിൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. 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 കർത്താവിനെ അവൻ അൽഫാ ഒമേഗ, അവൻ ആദ്യം നന്ദി. അവൻ അൽഫാ ഒമേഗ, അവൻ ആദ്യം നന്ദ്യൻ. 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 ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തെ സമർപ്പിക്കാം. ഒരുമിച്ച് ദേവാലയത്തിൽ പോകാനോ ദിവ്യബലിയിൽ പങ്കെടുക്കാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത നമ്മുടെ അവസ്ഥ, രോഗവ്യാധിയിലൂടെ കടന്നു പോകുന്ന ലോകം എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ സാഹചര്യത്തിൻ്റെ മേൽ ദൈവമായ കർത്താവ് എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിയമാവർത്തനം 33:26 യശൂർ, നിന്റെ ദൈവമായ കർത്താവിനെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായുസിലൂടെ മഹത്വപൂർണനായി മേഘത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്നു. യശറൂൺ, നിന്റെ ദൈവമായ കർത്താവിനെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായുസിലൂടെ മഹത്വപൂർണനായി മേഘത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ ജപമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാലയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകരായ ജിനോബി, ഷിജി എന്നിവരാണ്.